നിയമമുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കണം? ഇവിടുത്തെ കോടതി നിയമറ്റ പെണ്ണും പിള്ള പ്രസവിക്കുക ആശുപത്രി കൊണ്ടുപോകണം. അസുഖം വന്നാൽ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിക്കണം, ചികിത്സിക്കണം. അല്ലാതെ നീ മന്ത്രവാദവും ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രാവിന്റെ കാഷ്ടം ചുട്ട് പുകയേൽക്കുന്നത് പ്രസവത്തിനേറ്റമെളുപ്പമെന്നാണുള്ളത്. സംഭവം 4 വർഷമൊന്നുമല്ല, ഒരു 12 വർഷം 11 വർഷം വരെയൊക്കെ കടന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. 4ാമത് ഇൻഷാ അല്ലാഹ് പ്രസവം പൂർത്തിയാവും. ഈ സദസ്സിലേക്ക് വലിയൊരു ആട് നേർച്ചാക്കാൻ പറയാം. 4 സിനീൻ, അത് ഗർഭത്തിന്റെ ഏറ്റവും അധികരിച്ച ഒരു സമയം. ഗർഭത്തിന്റെ ഏറ്റവും ഒരു അധികരിച്ച സമയം എന്ന് പറഞ്ഞാൽ അത് 4 വർഷമാണ്. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റ്. അള്ളാഹുവിന്റെ 2 കാലുകളിൽ ഒരു കാല് മറ്റേ കാലിലേക്ക് ഉയർത്തി വെച്ചിങ്ങനെ വെച്ചിട്ടാണ് അള്ളാഹു മലർന്നു കിടന്നത്. സുമ്മ കാല എന്നിട്ട് അള്ളാഹു പറഞ്ഞു. അവരൊക്കെ പറയുന്നത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്? വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയല്ലോ, ആന പ്രസവിക്കുന്നുണ്ടല്ലോ. ജാമിദക്കും ആരിഫ് ഹുസൈനും ജബ്ബാറിനൊന്നും സാധ്യമല്ല. പക്ഷേ പണ്ഡിത വേഷധാരികൾക്ക് അതിന് സാധിക്കും. കുറെ ലിബറൽ ചിന്താഗതിക്കാരും യുക്തിവാദി നിരീശ്വരവാദി മൗദൂദി അതുപോലെ തന്നെയാണ് വഹാബികൾ, ഇവരെല്ലാം ഇങ്ങനെ കച്ചകെട്ടിയിട്ട് ഇറങ്ങിക്കുക. സുന്നിയാണോ മുജാഹിദാണോ സ്വർഗത്തിൽ പോകാന്നുള്ള ചോദ്യം സത്യം പറയാലോ, ഞാൻ പടച്ചോനല്ല. ആര് സ്വർഗത്തിൽ പോകും ആര് സ്വർഗത്തിൽ പോകില്ല എന്ന് പറയാൻ കാരണം സ്ഥാപനം ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു. നമ്മളൊന്നും പറയുന്നില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാകും. നമുക്കതിനുള്ള വിവരമില്ല. അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ശവായ കഥയായിട്ട് ഒരു തൊപ്പിയിട്ട ചെങ്ങായി വന്നതാണ്. നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഒരു ഉസ്താദിനെയാണ് അല്ലേ? പിന്നെ എന്ത് നോക്കുവേനാ? ഇതല്ല പറഞ്ഞിക്ക ഡോക്ടർക്ക് വരെ നിങ്ങളെ സാമാനം കാണിച്ചു കൊടുക്കരുതെന്ന്. യുടെ ഭാര്യയെ പോലെയുള്ള ഏറ്റവും ഉന്നതമായി ശറഅ അനുസരിച്ച് ജീവിക്കുന്ന ബീവിമാർ, അവർക്കെതിരെ ശരീഅത്തിന്റെ മുനാന്ന് പറഞ്ഞു വന്നാൽ അത് ഉടക്കുക തന്നെ ചെയ്യും. ഒരു പള്ളിയിൽ ജുമാ മുടങ്ങിയതല്ല, മുടക്കിയതാണ്. സംഘപരിവാറൊന്നുമല്ല കേട്ടാ. സംഘപരിവാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ആവേശം കൊണ്ടൊക്കെ സംസാരിക്കായിരുന്നല്ലേ. രക്ഷയില്ല, നമ്മുടെ കൗമ തന്നെ. നമ്മുടെ ഫ്രീക്കൻ മുഫ്തി കെട്ടിയുയർത്തപ്പെടുന്ന ഖബറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുന്നുണ്ട്. ശിർക്ക് ശരിയാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ്. ദീൻ മനസ്സിലാക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ മിനിഞ്ഞാന്ന് എന്റെ കൊച്ചു പേരക്കുട്ടിമൊത്തുള്ള ഒരു ഫോട്ടോ എഫ്ബിയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് ഒരു മുജാഹിദ വ്യക്തി വന്നിട്ട് ഇത് കമന്റ് ഞങ്ങൾ വായിച്ചു എടുപ്പിക്കുക. ഒരു വിഷയം ഞാൻ ഏൽപ്പിക്കാനാണ് എന്നുള്ളത്. അത് ഞാൻ അഭിമാനമായിട്ട് കൊണ്ട് നടക്കുന്നത്. കാലന്ന് വ്യക്തമായിട്ട് ഖുർആൻ പരിഭാഷയിൽ എഴുതി വച്ചിട്ട് അതുപോലും അറിയാൻ പാടില്ലാണ്ട് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഈ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. തൊപ്പിയും തലപ്പാവും നീളം കുപ്പായവും ഇട്ട ഉസ്താദുമാരെ നീ കാണുന്നില്ലേ? അവരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ തമ്പുരാനേ.